അപ്പോൾ നമ്മളിവിടെ നമ്മുടെ 4ാമത്തെ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഈ ഒരു ക്ലാസ്സിൽ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഒരുപാട് വട്ടം നമ്മുടെ CR എന്ന് പറഞ്ഞ അല്ലെങ്കിൽ കോർപ്പറേറ്റ് റെഗുലേഷൻ എന്ന് പറഞ്ഞ ഈ പേപ്പറിൽ എക്സാമിനേഷനിൽ ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ കോർപ്പറേറ്റ് ഗവേണൻസ്. അപ്പോൾ വാട്ട് യു മീൻ ബൈ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ആൻസറാണ് എടുത്ത് എഴുതേണ്ടത്. അപ്പോൾ എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കാം. കോർപ്പറേറ്റ് ഗവേണൻസ് റെഫേഴ്സ് ടു ദ സെറ്റ് ഓഫ് സിസ്റ്റംസ്, പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് ബൈ വിച്ച് എ കമ്പനി ഈസ് ഗവേൺഡ്. അതായത് കമ്പനി ഗവേൺ ചെയ്യുമ്പോൾ ചില സിസ്റ്റംസ്, ചില പ്രിൻസിപ്പിൾസ്, ചില പ്രോസസ്സസ് എന്താണ് ആ കമ്പനി മാനേജ് ചെയ്യുന്നവർ ഫോളോ ചെയ്യണം. അപ്പോൾ അതാണ് കോർപ്പറേറ്റ് ഗവേണൻസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഒരു കമ്പനി, അതായത് ഒരു കമ്പനി നടത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ചില സിസ്റ്റം ഉണ്ടാവണം, ചില പ്രിൻസിപ്പിൾസ് ഉണ്ടായിരിക്കണം, അതേപോലെ ചില പ്രോസസ്സസ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ സിസ്റ്റം എന്ന് വെച്ചാൽ അതിനെന്താണ് ഒരു സംവിധാനം വേണം, കൃത്യമായിട്ടുള്ളൊരു ഭരണ സംവിധാനം വേണം. അതേപോലെ പ്രിൻസിപ്പിൾസ് എന്താണ് ചില മൂല്യങ്ങൾ വേണം, ധാർമ്മികത വേണം. അതേപോലെ ചില പ്രക്രിയകൾ, അതായത് ഇപ്പോൾ ഒരു സംഗതി ചെയ്യുകയാണെങ്കിൽ അതിനൊരു കൃത്യമായ പ്രക്രിയ വേണം. അതായത് ഇപ്പോൾ ചിലത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അപ്രൂവൽ വേണ്ട ഒരു സാധനമാണെങ്കിൽ അത് കൃത്യമായിട്ട് അത് വാങ്ങിയിട്ടായിരിക്കണം അത് ചെയ്യേണ്ടത്. അല്ലാതെ എന്താണ് അത് സ്കിപ്പ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് പോയി ചെയ്യരുത്. അത് നമ്മൾ നല്ല രീതിക്ക് ചെയ്യുകയാണെങ്കിൽ പോലും എന്താണ് കൃത്യമായിട്ടൊരു പ്രോസസ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് വെച്ചാൽ. ദേ പ്രൊവൈഡ് ദ ഗൈഡ് ലൈൻസ് ആസ് ടു ഹൗ ദി കമ്പനി ക്യാൻ ബി ഡയറക്റ്റഡ് ഓർ കൺട്രോൾ. എങ്ങനെയായിരിക്കണം കമ്പനി ഡയറക്റ്റ് ചെയ്യേണ്ടത്, അതിലൊരു ഗൈഡ് ലൈൻ കൊടുക്കുന്നതാണ് കോർപ്പറേറ്റ് ഗവേണൻസ്. പിന്നെന്താ പറയുന്നത്, ഓർ കൺട്രോൾഡ് സച്ച് ദാറ്റ് ഇറ്റ് ക്യാൻ ഫുൾഫിൽ ഇറ്റ്സ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. അതായത് കമ്പനിയുടെ ഗോൾസും ഒബ്ജക്റ്റീവ്സും ഒക്കെ ഫുൾഫിൽ ചെയ്യാൻ കമ്പനി എങ്ങനെ ആയിരിക്കണം ഡയറക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസ് ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ കമ്പനി എങ്ങനെ ഭരിക്കണം, വളരെ നല്ല രീതിക്ക് നീതിയുക്തമായിട്ട് കമ്പനി എങ്ങനെ ഭരിക്കപ്പെടണം എന്നാണ് ശരിക്കും പറയുകയാണെങ്കിൽ കോർപ്പറേറ്റ് ഗവേണൻസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ എ മാനർ ദാറ്റ് ആഡ്സ് വാല്യൂ ടു ദ കമ്പനി ആൻഡ് ഓൾസോ ബെനിഫിഷ്യൽ ടു ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ ദി ലോങ് ടേം. അപ്പോൾ കമ്പനിയുടെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ബെനിഫിറ്റ് ആവുന്ന രീതിയിൽ കമ്പനിയുടെ ഗോൾസ് എന്താണ്, അതേപോലെ കമ്പനീൻ്റെ വാല്യൂ വർദ്ധിപ്പിക്കാൻ, അതേപോലെ ഗോൾസ് അച്ചീവ് ചെയ്യാനും കമ്പനി എങ്ങനെ ഭരിക്കപ്പെടണമെന്ന് തീരുമാനിക്കുന്നതിനെയാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആരാണ് ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ്? അതായത് കമ്പനിയുടെ ഇൻവെസ്റ്റേഴ്സ്, കമ്പനിയുടെ കസ്റ്റമേഴ്സ്, ഗവൺമെൻറ്, ഇവരൊക്കെ കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്. ഓക്കെ, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ ദിസ് കേസ് വുഡ് ഇൻക്ലൂഡ് എവരി വൺ റേഞ്ചിങ് ഫ്രം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അപ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, മാനേജ്മെൻറ്റ്, ഷെയർ ഹോൾഡേഴ്സ്, കസ്റ്റമേഴ്സ്, എംപ്ലോയീസ്, സൊസൈറ്റി, ഇവരൊക്കെ കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്. കമ്പനി എന്തെങ്കിലും പ്രവൃത്തി ചെയ്തിട്ട് അത് ബാധിക്കപ്പെടുന്ന വ്യക്തികളെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ മാനേജ്മെൻറ്റ് ഓഫ് ദ കമ്പനി ഹെൻസ് അസ്യൂംസ് ദ റോൾ ഓഫ് എ ട്രസ്റ്റി ഫോർ ഓൾ ദി അതേഴ്സ്. അതായത് ഒരു ട്രസ്റ്റിയുടെ പ്രവർത്തനമാണ് കമ്പനി നടത്തുന്നത്. ദി കീ ആസ്പെക്ട്സ് ഓഫ് good corporate governance include transparency of corporate structure and operations, the accountability of managers and the board of shareholders, and corporate social responsibility towards stakeholders. Companies around the world are realizing that better corporate governance adds considerable value to their operational performance. അപ്പോൾ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്, കൃത്യമായ അക്കൗണ്ടബിലിറ്റി വേണം. അക്കൗണ്ടബിലിറ്റി എന്ന് വെച്ചാൽ ഉത്തരവാദിത്ത ബോധം കമ്പനി ആരൊക്കെയാണ് കമ്പനി മാനേജ് ചെയ്യുന്നത് അവർക്ക് വേണമെന്നാണ് പറയുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു കണ്ടെത്തൽ എന്താണ്, കമ്പനിയുടെ ഓപ്പറേഷണൽ എഫിഷ്യൻസി നന്നാവണമെന്നുണ്ടെങ്കിൽ കൃത്യമായൊരു കോർപ്പറേറ്റ് ഗവേണൻസ് വേണമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ പേര് തന്നെ നിങ്ങൾ ഒന്ന് കോർപ്പറേറ്റ് ആണ്, കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള ഗവർണൻസ്, ഭരണം എങ്ങനെയാവണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ കഴിയുന്നില്ല, ഒരു പാരഗ്രാഫും കൂടി നമുക്ക് വരുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം. The term corporate governance was born when the study of the concept of governance was linked by the business or corporate world. The business houses, by expanding their wings far and wide, have spread the equity base and have cast their impact on society's standard of living. Sometimes, corporate governance may be described as the system that deals with problems that result from സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ. അതായത് കമ്പനിയുടെ ഓണർഷിപ്പും കൺട്രോളും രണ്ട് വ്യക്തികളുടെ അടുത്താണ്. ഓണർഷിപ്പ് ആരുടെ കയ്യിലുണ്ടാവുക, ഓണർഷിപ്പ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിലുണ്ടാവുക. കൺട്രോൾ ആരുടെ കയ്യിലാണ് ഉണ്ടാവുക? കൺട്രോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അടുത്തുണ്ടാവുക. കമ്പനിയുടെ നിയന്ത്രണം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അടുത്തും
കമ്പനിയുടെ ഓണർഷിപ്പ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്തും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ കൃത്യമായിട്ടിത് ഭരിക്കണം, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഓക്കെ, എന്നെങ്കിൽ മാത്രമേ ഷെയർ ഹോൾഡേഴ്സിന് എന്തായിട്ട് കിട്ടുള്ളൂ, അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ സാധാരണ ഒരു ബിസിനസ് സ്ഥാപനം പോലെയല്ല കമ്പനി. അതിൻ്റെ ഓണർഷിപ്പും അതിൻ്റെ കൺട്രോളും രണ്ട് എൻറ്റിറ്റീസിൻ്റെ അടുത്താണ്, രണ്ട് വ്യക്തികൾ എന്ന് പറഞ്ഞുകൂടാ. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ഷെയർ ഹോൾഡേഴ്സ് തന്നെയാണ്. പക്ഷേ ഇൻ ലാർജ് ഒരു ഷെയർ ഹോൾഡേഴ്സിന് എന്താണ് കമ്പനി മാനേജ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കമ്പനി കൃത്യമായിട്ട് മാനേജ് ചെയ്യുക അല്ലെങ്കിൽ കൃത്യമായിട്ട് ഗവേൺ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി എന്താ അടുത്തത് എഴുതിയിരിക്കുന്നത്? ഇറ്റ് ഹാസ് ദെർഫോർ ടു ഫോക്കസ് ഓൺ ഓൾ ദി ആസ്പെക്ട്സ് ഓഫ് മാനേജ്മെൻറ്റ് ഓഫ് എ കമ്പനി ടു സാറ്റിസ്ഫൈ ദി നീഡ്സ് ഓഫ് ഇറ്റ്സ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുമ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ പരിഗണിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ വെറും ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് മാത്രമല്ല, കമ്പനിയുടെ കസ്റ്റമേഴ്സ്, സൊസൈറ്റി, എംപ്ലോയീസ് എല്ലാം വരും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് ചോദിച്ചാൽ ഇത്ര എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുക. വലിയ മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതിൽ കാണുന്ന 1-2 ലൈൻ എടുത്തിട്ട് എന്താണ് കൃത്യമായിട്ടത് എഴുതി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഡെഫിനിഷൻ ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ആണ്. കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഡെഫിനിഷൻ ചോദിച്ചാൽ എന്താ എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വ്യക്തിയുടെ ആരാ ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല. കോർപ്പറേറ്റ് ഗവേണൻസ് മേ ബി ഡിഫൈൻഡ് ആസ് set of systems, processes and principles which ensure that a company is governed in the best interest of all stakeholders. അതായത് എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസ്? ഒരു സെറ്റ് ഓഫ് സിസ്റ്റമാണ്. ഓക്കെ, ഒരു സെറ്റ് ഓഫ് സിസ്റ്റം, അതേപോലെ പ്രോസസ്സസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ആണ്. എന്തിന്? ടു എൻഷുർ ദാറ്റ് എ കമ്പനി ഈസ് ഗവേൺഡ് ഇൻ ദി ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അതായത് ഒരു കമ്പനി അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുക. എന്ത്? ഒരു സെറ്റ് ഓഫ് സിസ്റ്റം അല്ലെങ്കിൽ പ്രോസസ്സ് അല്ലെങ്കിൽ പ്രിൻസിപ്പളിൻ്റെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുക, ഗവേൺ ചെയ്യപ്പെടുക. അതാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡെഫിനിഷനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡെഫിനിഷൻ ആകുമ്പോൾ വേർഡ് ബൈ വേർഡ് കൃത്യമായിട്ട് എഴുതി വെക്കുക. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. അത് ആരാ ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് കൊടുത്തിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് അത് നോക്കേണ്ട കാര്യമില്ല. ഡെഫിനിഷൻ ഈ എന്താണ് അപ്പോസ്ട്രഫീൻ്റെ ഉള്ളിൽ വരുന്നത് കൃത്യമായിട്ട് എന്താണ് വേർഡ് ബൈ വേർഡായിട്ട് പഠിക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ നീഡും ഇമ്പോർട്ടൻസും എന്താണെന്നുള്ളതാണ്. നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. ഓക്കെ, ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, ശ്രദ്ധിക്കുക. കോർപ്പറേറ്റ് ഗവേണൻസ് is known to be one of the criteria that foreign institutional investors are increasingly depend on when deciding on which companies to invest in. അതായത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ നോക്കുന്ന ഒരു പ്രധാന ക്രൈറ്റീരിയ ആണ് ആ കമ്പനി കോർപ്പറേറ്റ് ഗവേണൻസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ എന്താണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്? ഇപ്പോൾ ഒരു രാജ്യം, ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം, അവിടെ ഒരു കമ്പനി ഉണ്ട്. ഓക്കെ, 2 കമ്പനി ഉണ്ടെന്ന് വെക്കാം. ഇനി മറ്റൊരു രാജ്യം USA ആയിക്കോട്ടെ. അപ്പോൾ USAന്ന് എന്താണ് ഫോറിൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഉണ്ട്, ഒരു ബാങ്കോ ഒരു ഇൻഷുറൻസ് കമ്പനി. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഫണ്ട് അവർക്ക് മറ്റേതെങ്കിലും രാജ്യത്തുള്ള കമ്പനിയുടെ ഷെയറിലോ അല്ലെങ്കിൽ എന്താണ് ഡിബഞ്ചറിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു സ്ഥാപനം. അതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്ററാണ് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ഈ ഒരു സ്ഥാപനം. അപ്പോൾ ഇവർ വന്നിട്ട് ഇപ്പോൾ ഇന്ത്യയിൽ നോക്കുമ്പോൾ 2 കമ്പനികൾ ഇവിടെ നിലവിലുണ്ട്. ഒന്ന് കോർപ്പറേറ്റ് ഗവേണൻസ് ഫോളോ ചെയ്യുന്നുണ്ട്, ഒന്ന് കോർപ്പറേറ്റ് ഗവേണൻസ് ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ ഇവർ അധികം ഇൻവെസ്റ്റ് ചെയ്യുക കോർപ്പറേറ്റ് ഗവേണൻസ് ഫോളോ ചെയ്യുന്ന കമ്പനിയിലാണ്. കാര്യം എന്താ വെച്ചാൽ ഇവർ ഒരു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്ററാണ്. ഇവർക്ക് ഈ കമ്പനിയുടെ മാനേജ്മെൻറ്റിൽ കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇത്ര ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് ഫോളോ ചെയ്യുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ എന്താണ് അവരെ റിസ്ക് കുറയും, പിന്നെ അവർക്ക് മാക്സിമം ബെനിഫിറ്റ് ഉണ്ടായി കൊടുക്കുന്ന അവർക്ക് അറിയാം. ഇവിടെ കോർപ്പറേറ്റ് ഗവേണൻസ് ഇല്ലാത്തൊരു സ്ഥാപനം ആയതുകൊണ്ട് എന്താണ് ഈ ഒരു സ്ഥാപനത്തിലെ ഓക്കെ. ഇനി അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞു നോക്കാം. ഇറ്റ് ഈസ് ഓൾസോ നോൺ ടു ഹാവ് എ പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ഓൺ ദി ഷെയർ പ്രൈസ് ഓഫ് എ കമ്പനി. അതായത് ഒരു കമ്പനിയുടെ ഷെയർ പ്രൈസിനൊരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ കോർപ്പറേറ്റ് ഗവേണൻസിന് സാധിക്കും. ഷെയർ പ്രൈസ് വർദ്ധിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഹെൻസ് ദി ഫോളോയിങ് ആർ ദി നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. അതായത് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ നീഡ് താഴെ പറയുന്നവയാണ്. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്താ എഴുതിയിരിക്കുന്നത്? ചേഞ്ചിങ് ഓണർഷിപ്പ് സ്ട്രക്ചർ. അതായത് കമ്പനിയുടെ ഓണർഷിപ്പ് സ്ട്രക്ചറിൽ പല മാറ്റങ്ങളുണ്ടാവും. Nowadays there is a change in ownership structure of enterprises. Public financial institutions, mutual funds, etc. are single largest shareholder in most of giant organizations. അതായത് ഇപ്പോൾ ഇത്തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ട്സ്
അതേപോലെ എന്താണ് പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ വന്നിട്ട് സ്ഥാപനങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് കോർപ്പറേറ്റ് ഗവർണൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞത്. അപ്പോൾ ഓണർഷിപ്പ് സ്ട്രക്ചറിൽ മാറ്റം വരുന്നത്. പണ്ടൊക്കെ സാധാരണ പബ്ലിക് മാത്രമേ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്താണ് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഓണർഷിപ്പ് സ്ട്രക്ചർ മാറുന്നുണ്ട്. അതുകൊണ്ട് കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ പ്രാധാന്യമുണ്ട്. ഈ ഒരു സമയത്ത് കോർപ്പറേറ്റ് ഗവർണൻസിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഓണർഷിപ്പ് സ്ട്രക്ചറിൽ മാറ്റേണ്ടതെന്ന് വെച്ചാൽ പണ്ടൊക്കെ പബ്ലിക് മാത്രം, ഇൻഡിവിജ്വൽസ് മാത്രമായിരുന്നു വരാറ്. ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ ബാങ്കുകൾ വന്നിട്ട് പല കമ്പനികളുടെയും ഷെയറുകളൊക്കെ വാങ്ങും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ കോർപ്പറേറ്റ് ഗവർണൻസ് കൃത്യമായി ഫോളോ ചെയ്യുന്ന കമ്പനിയാണെങ്കിൽ അവർ പോയിട്ട് അത് ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് പോയിന്റ് നോക്കാം. സെക്കൻഡ് പോയിന്റ് പറയുന്നത് ഗ്രോയിങ് നമ്പർ ഓഫ് സ്കാംസ് ആണ്. ഓക്കെ, ഗ്രോയിങ് നമ്പർ ഓഫ് സ്കാം. അതായത് ഈ സ്കാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുംഭകോണങ്ങളെന്ന് പറയും, അതായത് അഴിമതി. അപ്പോൾ അത് വർദ്ധിച്ചു വരുന്നുണ്ട് കമ്പനി തലത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ കോർപ്പറേറ്റ് ഗവർണൻസ് എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദർ ഇസ് എൻ ഇൻക്രീസിങ് നമ്പർ ഓഫ് സ്കാംസ് ഇൻ കോർപ്പറേറ്റ് വേൾഡ് ഒരുപാട് സ്കാമുകൾ, അതേപോലെ അഴിമതി നടക്കുന്നുണ്ട്. മിസ്യൂസ് ആൻഡ് മിസ് അപ്രോപ്രിയേഷൻ ഓഫ് പബ്ലിക് മണി ആർ ഹാപ്പനിങ് എവറി ഡേ. ഇൻ ഓർഡർ ടു അവോയ്ഡ് ദി സ്കാംസ് ആൻഡ് ഫിനാൻഷ്യൽ ഇറഗുലാരിറ്റീസ് മെനി കമ്പനീസ് ഹാവ് സ്റ്റാർട്ടഡ് എന്താണ് കോർപ്പറേറ്റ് ഗവർണൻസ്. ഓക്കെ, അപ്പോൾ അതാണ് രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം. മൂന്നാമത്തെ പോയിന്റിൽ നോക്കാം. സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ഫ്രം മാനേജ്മെൻറ്റ്. അതായത് ഓണർഷിപ്പ് മാനേജ്മെൻറ്റും കമ്പനിയിൽ സെപ്പറേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ കോർപ്പറേറ്റ് ഗവർണൻസ് അവിടെ റെലവൻ്റ് ആണ്, അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ജനറലി ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആർ കൺട്രോളിംഗ് ദി അഫയേഴ്സ് ഓഫ് ദി കമ്പനി ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് ആർ ഇനാക്റ്റീവ് ഇൻ ദി മാനേജ്മെൻറ്റ്. ഷെയർ ഹോൾഡേഴ്സ് മാനേജ്മെൻറ്റിൽ ഇനാക്റ്റീവ് ആണ്. ദേ അറ്റൻഡ് ഓൺലി ഇൻ ആനുവൽ ജനറൽ മീറ്റിംഗ്. ഷെയർ ഹോൾഡേഴ്സ് ആർ നോട്ട് സ്ട്രോങ് ആൻഡ് പ്രോക്സീസ് ആർ നോട്ട് അലൗഡ് ടു സ്പീക്ക് ഇൻ മീറ്റിംഗ്സ്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് കൃത്യമായിട്ടൊരു പവർ കുറവാണ് മാനേജ്മെൻറ്റിൽ. ദെയർഫോർ ഡയറക്ടേഴ്സ് മിസ്യൂസ് ദെയർ പവർ ടു ദെയർ ഓൺ ബെനിഫിറ്റ്. അതുകൊണ്ട് തന്നെ ഡയറക്ടേഴ്സ് അധികം ഈ ഷെയർ ഹോൾഡേഴ്സിൻ്റെ പൈസയും വാങ്ങി വെച്ചിട്ട് അവരെന്താണ് ഇത് മിസ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ദെയർ ഇസ് എ നീഡ് ഫോർ കോർപ്പറേറ്റ് ഗവർണൻസ് ടു പ്രൊട്ടക്ട് ഓൾ ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ഇൻ ദി കമ്പനി. ഇനി നമുക്ക് നാലാമത്തെ പോയിന്റ് നോക്കാം. സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്. Social responsibility gains momentum in the corporate world. It is the duty of board of directors to protect the interest of the customers, employees, suppliers, shareholders, etc. It is possible only if they use corporate governance. അതായത് കമ്പനിക്ക് ഇപ്പോൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നിറവേറ്റുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടാസ്ക് തന്നെയാണ്. കാര്യം കോർപ്പറേറ്റ് കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ നിന്ന് എല്ലാ സംഗതിയും എടുത്തിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന സംഘടനയാണ്. ഒരു പ്രോഫിറ്റബിൾ ഓർഗനൈസേഷനാണ് കമ്പനി എന്ന് വെച്ചാൽ. അതുകൊണ്ട് തന്നെ അതിന് കുറച്ച് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വേണമെന്നുള്ളത് ഈ കാലത്തൊരു ആവശ്യമാണ്. അതുകൊണ്ട് അവിടെ കോർപ്പറേറ്റ് ഗവർണൻസ് കൃത്യമായിട്ട് വേണം. ഓക്കെ, ഇനി അഞ്ചാമത്തെ പോയിന്റ് ഗ്ലോബലൈസേഷനാണ്. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നതാണ് ഗ്ലോബലൈസേഷൻ ഇസ് ദി വണ്ടർ ഓഫ് ദി ഡേ. ദർ ഈസ് എ ഫ്ലോ ഓഫ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് കസ്റ്റമേഴ്സ് ഇൻ ഹോം മാർക്കറ്റ് ആൻഡ് മെനി ഓഫ് ദി കമ്പനീസ് ആർ സെല്ലിംഗ് ദർ ഗുഡ്സ് ഇൻ ഗ്ലോബൽ മാർക്കറ്റ്. വിതൗട്ട് കോർപ്പറേറ്റ് ഗവർണൻസ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു എൻ്റർ സർവൈവ് ആൻഡ് സക്സീഡ് ഇൻ ഗ്ലോബൽ മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ അത് ഇപ്പോൾ എന്താണ് ഗ്ലോബലൈസേഷനാണ്. നമുക്ക് വിദേശ രാജ്യത്തുള്ള സാധനങ്ങൾ വാങ്ങാം, വിദേശ രാജ്യത്തുള്ള കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതുകൊണ്ടൊക്കെ തന്നെ ഒരു ഗ്ലോബൽ കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായ കോർപ്പറേറ്റ് ഗവർണൻസ് കമ്പനീസ് ഫോളോ ചെയ്യണം. അല്ലെങ്കിൽ കൃത്യമായ ഇൻവെസ്റ്റ്മെൻറ്റുകളും അതേപോലെ കൃത്യമായി നമ്മുടെ സാധനങ്ങൾ വിറ്റഴിക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാവും. ഇനി ആറാമത്തെ പോയിന്റ് പറയുന്നത് എന്താണ്? ടേക്ക് ഓവേഴ്സ് ആൻഡ് മേജേഴ്സ് ആണ്. ഇപ്പോൾ ഒരുപാട് ടേക്ക് ഓവേഴ്സ് മേജേഴ്സും നടക്കുന്നുണ്ട്. അതായത് ഒരു ചെറിയ കമ്പനി ഉണ്ട്, ഇന്ത്യയിൽ ചെറിയ കമ്പനി, അമേരിക്കയിലെ ഒരു വലിയ കമ്പനി ഉണ്ട്. അപ്പോൾ ഇവർ വേണമെങ്കിൽ എന്താണ് ചിലപ്പോൾ ഈ കമ്പനിയെ ഏറ്റെടുക്കാന്ന് വെച്ചാൽ ഇവരെ 51% ഷെയറുകൾ ഇവർ വാങ്ങിയാൽ മതി. ഓക്കെ, അതേപോലെ മെർജേഴ്സ് എന്താണെന്ന് വെച്ചാൽ 2 കമ്പനീസും കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യുക, ഒരു കമ്പനിയായിട്ട് പ്രവർത്തിക്കുക. ഈ 2 കമ്പനിയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ചേർന്നിട്ട് ഒരു കമ്പനിയായിട്ട് പ്രവർത്തിക്കുക. അതാണ് മെർജേഴ്സ് എന്ന് വെച്ചാൽ. അപ്പോൾ അതിപ്പോൾ ഒരുപാട് നടക്കുന്നുണ്ട്. ഓക്കെ, today there are takeovers and mergers in the business world. Corporate governance is required to protect the interest of all parties during takeovers and mergers. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? അപ്പോൾ ഇങ്ങനെ ഒരു ടേക്ക് ഓവർ നടക്കുകയാണെങ്കിൽ അപ്പോൾ 51% ഷെയർ ഈ കമ്പനി വാങ്ങിയ ബാക്കി 49% ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ അവർക്കൊരു പെട്ടെന്നും അവർക്ക് അത് ഡിസഡ്വാൻറ്റേജ് ആയി മാറാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് കോർപ്പറേറ്റ് ഗവർണൻസ് കൃത്യമായിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ബെനിഫിറ്റ് ആവുന്ന രീതിയിൽ പ്രവർത്തിച്ചേ പറ്റുള്ളൂ. ഈ കമ്പനി.
ഇനി ഇവിടെ ഇതേപോലെ തന്നെ ഈ രണ്ട് കമ്പനിയിലെയും ഷെയർ ഹോൾഡേഴ്സ് ഇതിന് താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ ഇതിൽ പറ്റി ധാരണ ഇല്ലാത്ത ടേക്ക് ഓവറിനെ കുറിച്ച് ധാരണ ഇല്ലാത്ത ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവരും എന്ത് ചെയ്യുക, അവർക്കും ബെനിഫിറ്റ് ഉണ്ടാവണമെങ്കിൽ കൃത്യമായ കോർപ്പറേറ്റ് ഗവേണൻസ് വേണം. ഇനി ഏഴാമത്തെ പോയിന്റ് എന്താ പറയുന്നത്, സെബി റൂൾസ് ആണ്. സെബി ഹാസ് മെയ്ഡ് കോർപ്പറേറ്റ് ഗവേണൻസ് കമ്പൾസറി ഫോർ സം കമ്പനീസ്. ദിസ് ഇസ് ഡൺ ടു പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി ഇൻവെസ്റ്റേഴ്സ് ആൻഡ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അതായത് സെബി ഇപ്പോൾ എന്താണ്, സെബീൻ്റെ കൃത്യമായ റൂൾസ് ഉണ്ട്, കോർപ്പറേറ്റ് ഗവേണൻസ് ചില കമ്പനീസ് ഫോളോ ചെയ്യണം എന്നുള്ളത്, വലിയ വലിയ കമ്പനീസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ നീഡ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ. ഓക്കെ, ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ആണ്. പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്, അതായത് കോർപ്പറേറ്റ് ഗവേണൻസ് ഫോളോ ചെയ്യേണ്ടതായ തത്വങ്ങളുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസ് ഇൻവോൾവ്സ് എ സെറ്റ് ഓഫ് റിലേഷൻഷിപ്സ് ബിറ്റ്വീൻ കമ്പനീസ് മാനേജ്മെൻറ്റ് ആൻഡ് ഇറ്റ്സ് ബോർഡ്, ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. കോർപ്പറേറ്റ് ഗവേണൻസ് ഈസ് ഇൻറ്റൻഡഡ് ടു ഇൻക്രീസ് ദി അക്കൗണ്ടബിലിറ്റി ഓഫ് ദി കമ്പനി and to avoid massive disasters before they occur. The core principles of corporate governance are fairness, transparency, accountability and responsibility. Fairness, accountability, transparency and responsibility. FAT-R. അപ്പോൾ അതാണ് പ്രിൻസിപ്പിൾസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് വട്ടം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്, അതായത് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ തത്വങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഇവിടെ ആദ്യം തന്നെ പറയുന്നത് ഇതെന്താണ്, ഈ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ത് ഇൻവോൾവ് ആണ്, അത് റിലേഷൻഷിപ്സ് ആണ്. കമ്പനീൻ്റെ മാനേജ്മെൻറ്റ്, അതിൻ്റെ ബോർഡ്, അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സൊക്കെ നമ്മൾ റിലേഷൻഷിപ്പ് ഡിഫൈൻ ചെയ്യുന്ന ഒരു സംഗതിയാണ് ശരിക്കും പറയുന്നത് കോർപ്പറേറ്റ് ഗവേണൻസ്. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ്, കമ്പനിയുടെ അക്കൗണ്ടബിലിറ്റി വർദ്ധിപ്പിക്കാനാണ് ഈ കോർപ്പറേറ്റ് ഗവേണൻസ് ഉള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കോർ പ്രിൻസിപ്പിൾസ് എന്താണ്, ഫെയർനെസ് ഉണ്ട്, അക്കൗണ്ടബിലിറ്റി ഉണ്ട്, ട്രാൻസ്പെറൻസി ഉണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം എന്താ അവിടെ എഴുതിയിരിക്കുന്നത്, ആദ്യം ഫെയർനെസ് എഴുതിയിരിക്കുന്നത്. ഫെയർനെസ് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, എല്ലാവരോടും തുല്യമായ പരിഗണന കൊടുക്കുക. ഓക്കെ, കോർപ്പറേറ്റ് ഗവേണൻസ് ഷുഡ് പ്രൊട്ടക്ട് ദി ഷെയർ ഹോൾഡേഴ്സ് റൈറ്റ്സ് ആൻഡ് എൻഷുർ ദി ഇക്വിറ്റബിൾ ട്രീറ്റ്മെൻറ്റ് ടു ഓൾ ഷെയർ ഹോൾഡേഴ്സ്. ഇക്വിറ്റബിൾ ട്രീറ്റ്മെൻറ്റ് എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും കൊടുക്കുക. അത് മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിൽ ശരി, ഫോറിൻ ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിൽ ശരി. അപ്പോൾ എന്താണ് മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ്? അതായത് ഇപ്പോൾ രണ്ട് കമ്പനി, നമ്മൾ തേർഡ് സെമ്മിൽ പഠിച്ചതാണ്, രണ്ട് കമ്പനി. അപ്പോൾ ഈ കമ്പനി ഏറ്റെടുത്തു. അപ്പോൾ ഇവർ 51% ഷെയർ വാങ്ങി. അപ്പോൾ ബാക്കി 49% ഷെയർ ഹോൾഡേഴ്സിനാണ് മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് വിളിക്കുക. അപ്പോൾ അവർക്കുള്ള റൈറ്റ്സ്. ഇനി ഫോറിൻ ഷെയർ ഹോൾഡേഴ്സ് എന്ന് വെച്ചാൽ വിദേശ രാജ്യത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട്, വിദേശികളായതുകൊണ്ട് കൃത്യമായിട്ടുള്ള എന്താണ് ഒരു നിയമപരിജ്ഞാനമൊന്നും ഈ രാജ്യത്ത് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ അത് എന്താ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ട പരിഗണന കൊടുക്കുക എന്നുള്ളതാണ് ഫെയർനെസ്സിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത്, റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ റെസ്പോൺസിബിലിറ്റിയിൽ എന്താ അവിടെ എഴുതിയിരിക്കുന്നത്, റെസ്പോൺസിബിലിറ്റി ഈസ് ഡിസ്ചാർജിങ് ഇറ്റ്സ് ഫംഗ്ഷൻ ഇൻക്ലൂഡിങ് കംപ്ലയൻസ് വിത്ത് റെഗുലേഷൻസ് ആൻഡ് കോഡ് ഓഫ് കണ്ടക്ട്. അതായത് കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്വ ബോധത്തോട് കൂടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത്, ഒരു കോഡ് ഓഫ് കണ്ടക്ട് വെച്ചിട്ട്. അതാണ് റെസ്പോൺസിബിലിറ്റിയിൽ പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ് ട്രാൻസ്പെറൻസിയാണ്. ട്രാൻസ്പെറൻസി എന്താണ്, സുതാര്യം. അതായത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കൃത്യമായിട്ട് എല്ലാവരെയും അറിയിച്ചുകൊണ്ട് ചെയ്യുക. അതാണ് ട്രാൻസ്പെറൻസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൃത്യമായ ഡിസ്ക്ലോഷർ വേണം. അത് ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ആവട്ടെ, പെർഫോമൻസ് ആവട്ടെ, ഓണർഷിപ്പ് ആവട്ടെ, ഗവേണൻസ് സ്ട്രക്ചർ ആവട്ടെ, ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ട്രാൻസ്പെറൻസി വേണം. ഓക്കെ, അത് കഴിഞ്ഞ് ഇനി ഒരു പോയിന്റ് കൂടി ഉണ്ട്, റെസ്പോൺസിബിലിറ്റി. അടുത്ത പോയിന്റ് റെസ്പോൺസിബിലിറ്റി അല്ല, റെസ്പോൺസിബിലിറ്റി കൊണ്ട് പറഞ്ഞു കഴിഞ്ഞതാണ്. അടുത്ത പോയിന്റ് അക്കൗണ്ടബിലിറ്റിയാണ്. അക്കൗണ്ടബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റിയുടെ മറ്റൊരു വേർഡ് തന്നെയാണ് അക്കൗണ്ടബിൾ എന്ന് വെച്ചാൽ. കുറച്ചും കൂടി എന്താണ് പറയുന്നത്, നമ്മളെന്താണ് ഒരു ബാധ്യത നമ്മുടെ ഭാഗത്ത് ലയബിൾ ആവുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒരു സംഗതി ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് അതിൻ്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബാധ്യത നമുക്കുണ്ട്. അതാണ് അക്കൗണ്ടബിലിറ്റിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അക്കൗണ്ടബിലിറ്റി ഇൻവോൾവ്സ് സ്ട്രാറ്റജിക് ഗൈഡൻസ് ഓഫ് ദി കമ്പനി, ദി എഫക്റ്റീവ് മോണിറ്ററിംഗ് ഓഫ് ദി മാനേജ്മെൻറ്റ് ബൈ ദി ബോർഡ് ആൻഡ് ബോർഡ്സ് അക്കൗണ്ടബിലിറ്റി ടു ദി കമ്പനി ആൻഡ് ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ്. അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് കമ്പനിയുടെ പുറത്തും അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ പുറത്തുനിന്നുണ്ട് ഒരു ബാധ്യത ഉണ്ട്. അതാണ് അക്കൗണ്ടബിലിറ്റിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ പ്രിൻസിപ്പിൾസ്? ഫെയർനെസ്, അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്പെറൻസി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബെനിഫിറ്റ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ആണ്. ഓക്കെ, ബെനിഫിറ്റ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. അപ്പോൾ എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത് നോക്കാം. ദ ഇമ്പോർട്ടൻറ്റ് ബെനിഫിറ്റ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ആർ ആസ് ഫോളോസ്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നതാണ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ബെനിഫിറ്റ്സ്. അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ നീഡും ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ അത് അപ്ലൈ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളതായിരുന്നു പറഞ്ഞത്. ഇനി ഇത് അപ്ലൈ ചെയ്താൽ നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ബെനിഫിറ്റ്സിൽ ഉദ്ദേശിക്കുന്നത്.
ഓക്കെ, അപ്പോൾ അഡ്വാൻറ്റേജസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ആൻസറാണ് എഴുതേണ്ടത്. ഓക്കെ, അഡ്വാൻറ്റേജസ് ചോദിക്കുകയാണെങ്കിൽ അഡ്വാൻറ്റേജസ്, അതേപോലെ മെറിറ്റ്സ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളിതാണ് എഴുതേണ്ടത്. നീഡ് ഇമ്പോർട്ടൻസും ചോദിക്കുകയാണ്, നീഡും എന്താണ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ മാത്രം അതെടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ബെനിഫിറ്റ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ആർ ആസ് ഫോളോസ്. ഫസ്റ്റ് വൺ എന്താണ്? കോർപ്പറേറ്റ് ഗവേണൻസ് പ്രൊവൈഡ്സ് ദ സ്ട്രക്ചർ ത്രൂ വിച്ച് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി കമ്പനി ആർ സെറ്റ് ആൻഡ് ദി മീൻസ് ഓഫ് അറ്റൈനിങ് ദോഫ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് മോണിറ്ററിങ് ദി പെർഫോമൻസ് ഡിറ്റർമൈൻഡ്. അതായത് ഒരു കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യാനും അത് അച്ചീവ് ചെയ്യാനും പിന്നെ അത് കൃത്യമായി ഒന്ന് മോണിറ്റർ ചെയ്യാനും അതെങ്ങനെ അച്ചീവ് ചെയ്തതെന്ന് മോണിറ്റർ ചെയ്യാനും കോർപ്പറേറ്റ് ഗവേണൻസ് സഹായിക്കും. ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ചാൽ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്ത് അതിലേക്ക് എത്തിപ്പെടാനും അത് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അതെങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളത് അതിൻ്റെ ഒരു പെർഫോമൻസ് ഇവാലുവേഷൻ നടത്താനും കോർപ്പറേറ്റ് ഗവേണൻസ് സഹായിക്കും. രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് പ്രൊവൈഡ്സ് പ്രോപ്പർ ഇൻഡ്യൂസ്മെൻറ്റ് ടു ദി ഓണേഴ്സ് ആസ് വെൽ ആസ് മാനേജേഴ്സ് ടു അച്ചീവ് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ കൃത്യമായിട്ട് മാനേജേഴ്സിനും ഓണേഴ്സിനൊക്കെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ്, ഒരു പ്രോത്സാഹനം നൽകാൻ കോർപ്പറേറ്റ് ഗവേണൻസ് സഹായിക്കും. മൂന്നാമത്തെ പോയിന്റ്, ഇറ്റ് ലോവേഴ്സ് ദി ക്യാപിറ്റൽ കോസ്റ്റ്. അത് ക്യാപിറ്റൽ കോസ്റ്റ് കുറയ്ക്കും. പിന്നെന്താണ്? എൻഷുവേഴ്സ് കോർപ്പറേറ്റ് സക്സസ് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്. ഓക്കെ, അതായത് കോർപ്പറേറ്റ് സക്സസിനും എക്കണോമിക് ഗ്രോത്തിനും ഒക്കെ അതേപോലെ ഇതിൻ്റെ ക്യാപിറ്റൽ കോസ്റ്റ് കുറയ്ക്കാനും സഹായിക്കും. അതേപോലെ വേസ്റ്റ് കുറയ്ക്കാനും കറപ്ഷൻ കുറയ്ക്കാനും സഹായിക്കും. റിസ്ക് മിസ്മാനേജ്മെൻ്റ് ഒക്കെ കുറയ്ക്കാൻ സഹായിക്കും. അതൊക്കെ ഷെയർ പ്രൈസിന് വളരെ ബെനിഫിറ്റ് ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഇനി അഞ്ചാമത്തെ പോയിന്റ്, ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് ക്രിയേറ്റ്സ് ഇൻവെസ്റ്റേഴ്സ് കോൺഫിഡൻസ് ആസ് എ റിസൾട്ട് ഓഫ് വിച്ച് കമ്പനി ക്യാൻ റേസ് ക്യാപിറ്റൽ എഫിഷ്യൻ്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി. അതായത് ഒരു നല്ല കോർപ്പറേറ്റ് ഗവേണൻസിന് ഇൻവെസ്റ്ററിൻ്റെ കോൺഫിഡൻസ് കിട്ടുമെന്നാണ് പറയുന്നത്. അതായത് കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് വന്നിട്ട് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ബെനിഫിറ്റ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസിൽ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം, അല്ലെങ്കിൽ സൈഡ് ഹെഡിങ് നോക്കാം. കമ്മിറ്റീസ് ഓൺ കോർപ്പറേറ്റ് ഗവേണൻസ്. അതായത് ഇന്ത്യയിൽ കോർപ്പറേറ്റ് ഗവേണൻസ് വരാൻ കാരണമായിട്ടുള്ള കമ്മിറ്റീസ് എന്ന് വെച്ചാൽ ഒരു അന്വേഷണ സംഘം എന്നൊക്കെ പറയും. അപ്പോൾ ഇവരൊരു അന്വേഷണ സംഘം അത് ഒരു അധികം ജഡ്ജിമാരൊക്കെ അല്ലെങ്കിൽ വിദഗ്ധർ ഇപ്പോൾ ഒരു സംഘം ചേർന്നിട്ട് അവരൊരു പഠനം നടത്തി. ഇപ്പോൾ ഗാഡ്ഗിൽ കമ്മിറ്റി, കസ്തൂരിരംഗൻ കമ്മിറ്റി, അപ്പോൾ അത് പശ്ചിമഘട്ട സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടായൊരു കമ്മിറ്റീസ് ആയിരുന്നു. അപ്പോൾ ചില സാമൂഹികമായിട്ടുള്ള അല്ലെങ്കിൽ എക്കണോമിക് ആയിട്ടുള്ള ഓരോ സംഗതികളും മനസ്സിലാക്കാനും അപ്പോൾ അവരാണ് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുക. ഇപ്പോൾ ഗാഡ്ഗിൽ കമ്മിറ്റി പശ്ചിമഘട്ട തീരത്ത് അല്ലെങ്കിൽ പശ്ചിമഘട്ട മലനിരകളിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പഠനം നടത്തി അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞൊരു കമ്മിറ്റി ആയിരുന്നു. അതേപോലെ നമ്മുടെ കോർപ്പറേറ്റ് സെക്ടറിൽ ചില കമ്മിറ്റികൾ ചില അഴിമതികൾ നടന്നതിന് ശേഷം ചില കമ്മിറ്റികൾ ഗവൺമെൻറ് രൂപീകരിക്കുകയും ആ കമ്മിറ്റികൾ മുന്നോട്ട് വെച്ച നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യയിൽ പ്രധാനമായിട്ടും കോർപ്പറേറ്റ് ഗവേണൻസ് വന്നത്. അപ്പോൾ ആ കമ്മിറ്റികൾ ഏതൊക്കെയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? ദി കോഡ്സ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് വിച്ച് ആർ അപ്ലിക്കബിൾ ടു ഇന്ത്യൻ ലിസ്റ്റഡ് കമ്പനീസ് ഹാവ് ബീൻ ഡിഫൈൻഡ് ഇൻ ഡീറ്റെയിൽഡ് ബൈ നരേഷ് ചന്ദ്ര ആൻഡ് നാരായൺ മൂർത്തി കമ്മിറ്റീസ്. അതായത് പേരുകൾ ഓർത്തു വെക്കുക, നരേഷ് ചന്ദ്രയും നാരായൺ മൂർത്തി കമ്മിറ്റീസാണ് പ്രധാനമായിട്ടും കോർപ്പറേറ്റ് ഗവേണൻസിനെ കുറിച്ചുള്ള ആദ്യത്തെ കാര്യങ്ങൾ പറഞ്ഞത്. In recognition of the importance of corporate governance as an integral part of corporate financial practice. അതായത് കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ പ്രാക്ടീസിൽ കോർപ്പറേറ്റ് ഗവേണൻസ് വേണമെന്നുള്ളതാണ് ആദ്യമായിട്ട് ഇവർ പറഞ്ഞത്. ഫിനാൻഷ്യൽ പ്രാക്ടീസ് എന്ന് വെച്ചാൽ അക്കൗണ്ട്സ് കൃത്യമായിട്ടും മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദ സെബി ഹാസ് മാൻഡേറ്റഡ് കോർപ്പറേറ്റ് ഗവേണൻസ് ഇൻ ദി ലിസ്റ്റിംഗ് റിക്വയർമെൻറ്റ്സ് ഇൻ ക്ലോസ് 49 ഓഫ് ദി ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റ്. അതായത് ഒരു ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ ഒരു ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോ അല്ലെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോ അല്ലെങ്കിൽ മറ്റ് റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോ ഒരു കമ്പനിക്ക് ലിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ സെബി പറഞ്ഞത് അത് കോർപ്പറേറ്റ് ഗവേണൻസ് ഫോളോ ചെയ്യണമെന്നാണ്. അപ്പോൾ ഈ ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റിലുള്ള ക്ലോസ് 49 പ്രകാരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്ലോസ് 49 പഠിച്ചു വെക്കുക എന്നുള്ളത്. ആ ക്ലോസ് 49 പ്രകാരമാണ് സെബി ഇവിടെ കോർപ്പറേറ്റ് ഗവേണൻസ് വേണമെന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, ക്ലോസ് 49 ഓഫ് ദി ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റ് ഓഫ് ദി ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കംസ് ഇൻ ടു എഫക്ട് ഫ്രം 31 ഡിസംബർ 2005. 2005 മുതലാണ് കൃത്യമായിട്ടും ഇത് ലിസ്റ്റ് ചെയ്യുന്ന കമ്പനീസ് കോർപ്പറേറ്റ് ഗവേണൻസ് വേണമെന്നുള്ളത് പറയുന്നത്. ഓക്കെ, അധികകാലമായിട്ടില്ല, ഒരു 17 വർഷങ്ങൾക്ക് മുന്നാണ് ഇത് ശരിക്കും വരുന്നുള്ളൂ. ഓൾ എക്സിസ്റ്റിംഗ് ലിസ്റ്റഡ് കമ്പനീസ് വെയർ റിക്വയർഡ് ടു കംപ്ലൈ വിത്ത് ദി പ്രൊവിഷൻസ് ഓഫ് ന്യൂ ക്ലോസ് ബൈ 31 ഡിസംബർ 2005. അതായത് എല്ലാ ലിസ്റ്റഡ് കമ്പനിയും ഈ കോർപ്പറേറ്റ് ഗവേണൻസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ക്ലോസ് 49 ഉള്ള മേജർ പ്രൊവിഷൻസ് എന്നുള്ളതാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്.
The board will lay down a code of conduct for all board members and senior management of the company to compulsorily follow. അതായത് ബോർഡ് ചില കാര്യങ്ങൾ നിഷ്കാസിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് എല്ലാവരും ഫോളോ ചെയ്യണം. അപ്പോൾ എന്തൊക്കെയാണ് അവിടെ പറയുന്നത് നോക്കാം. ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കുക. സെക്കൻഡ് പോയിന്റ് എന്താ പറയുന്നത്, CEO ആൻഡ് CFO വിൽ സർട്ടിഫൈ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ദി കമ്പനി. അതായത് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും അതേപോലെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും ആര് സർട്ടിഫൈ ചെയ്യണം? CEO ആൻഡ് CFO സർട്ടിഫൈ ചെയ്യണം. മൂന്നാമത്തെ പോയിന്റ്, ഇഫ് വൈൽ പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ദ കമ്പനി ഫോളോസ് എ ട്രീറ്റ്മെൻറ്റ് ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് prescribed in accounting standard, it must disclose this in the financial statements, and the management should also provide an explanation for doing so in corporate governance report of the annual report. അതായത് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണ്, ഒരു നിഷ്കാസിച്ചിരിക്കുന്ന ഒരു എന്താണ് ഫോർമാറ്റിൽ നിന്നും കമ്പനിക്ക് മാറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി നാലാമത്തെ പോയിന്റ്, ദി കമ്പനി വിൽ ഹാവ് ടു ലേ ഡൗൺ പ്രൊസീജിയേഴ്സ് ഫോർ ഇൻഫോമിംഗ് ബോർഡ് ഓഫ് മെമ്പേഴ്സ് അബൌട്ട് റിസ്ക് മാനേജ്മെൻറ്റ് ആൻഡ് മിനിമൈസേഷൻ പ്രൊസീജിയർ. കമ്പനി തന്നെ കൃത്യമായിട്ടുള്ള എന്ത് പ്രൊവൈഡ് ചെയ്യണം? പ്രൊസീജിയേഴ്സ് പ്രൊവൈഡ് ചെയ്യണം. ഈ റിസ്ക് മാനേജ്മെൻറ്റും മിനിമൈസേഷൻ പ്രൊസീജിയറുള്ള കാര്യങ്ങൾ ബോർഡ് ഓഫ് മെമ്പേഴ്സിന് കൃത്യമായിട്ടും അത് പ്രൊസീജിയറിലൂടെ കാണിച്ചിരിക്കണം. അഞ്ചാമത്തെ പോയിന്റ്, വെയർ മണി ഈസ് റേസ്ഡ് ത്രൂ പബ്ലിക് ഇഷ്യൂ ദി കമ്പനി വിൽ ഹാവ് ടു ഡിസ്ക്ലോസ് ദി യൂസസ് applications of funds according to major categories: capital expenditure, working capital, marketing cost, etc. as part of quarterly disclosure of financial statement. അതായത് പബ്ലിക് ഇഷ്യൂ നടത്തിയിട്ട് പൈസ ഉണ്ടാക്കുകയാണെങ്കിൽ അത് കൃത്യമായിട്ടും ഡിസ്ക്ലോസ് ചെയ്യാതിരിക്കണം എന്നാണ് പറയുന്നത്. പബ്ലിക് ഇഷ്യൂ എന്ന് വെച്ചാൽ ഷെയർ ഇറക്കിയിട്ട് പൈസ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ക്യാപിറ്റൽ സമാഹരിക്കുകയാണെങ്കിൽ കൃത്യമായിട്ടും ഡിസ്ക്ലോസ് ചെയ്യണമെന്നാണ് ക്ലോസ് 49 പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കോർപ്പറേറ്റ് ഗവേണൻസിൽ പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത്, ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. അടുത്ത കോൺസെപ്റ്റ് പറയുന്നത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്, CSR. കോർപ്പറേറ്റ് ഗവേണൻസ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ പറയുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? കമ്പനീസ് ആക്ട് 2013 ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് സെവറൽ ന്യൂ പ്രൊവിഷൻസ് വിച്ച് ചേഞ്ച് ദ ഫേസ് ഓഫ് ഇന്ത്യൻ കോർപ്പറേറ്റ് ബിസിനസ്സസ്. ഇന്ത്യൻ കോർപ്പറേറ്റ് ബിസിനസ്സിൻ്റെ ഫേസ് ചേഞ്ച് ചെയ്യുന്ന ഒരുപാട് പുതിയ പ്രൊവിഷൻസ് കമ്പനീസ് ആക്ട് 2013 കൊണ്ടുവന്നിട്ടുണ്ട്. ആ ആക്റ്റാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ പഠിക്കുന്നത്, CR എന്ന് പറഞ്ഞ പേപ്പറിൽ. വൺ ഓഫ് സച്ച് ന്യൂ പ്രൊവിഷൻസ് ഈസ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അത്തരത്തിലൊരു പുതിയ പ്രൊവിഷനാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ. ദിസ് ഈസ് ബേസ്ഡ് ഓൺ ദി കോൺസെപ്റ്റ് ദാറ്റ് കമ്പനീസ് ടേക്ക് റിസോഴ്സസ് ഇൻ ദി ഫോം ഓഫ് റോ മെറ്റീരിയൽസ്, ഹ്യൂമൻ റിസോഴ്സ് എക്സെട്ര ഫ്രം സൊസൈറ്റി, വിച്ച് ഇൻ ടേൺ ഗിവ്സ് സംതിങ് ബാക്ക് ടു സൊസൈറ്റി ഇൻ ഫോം ഓഫ് CSR ആക്ടിവിറ്റി. അതായത് കമ്പനി റോ മെറ്റീരിയൽസും അതേപോലെ ഹ്യൂമൻ റിസോഴ്സിനൊക്കെ സൊസൈറ്റിയിൽ നിന്ന് എടുക്കുന്നത്. അപ്പോൾ സൊസൈറ്റിയിൽ നിന്ന് എടുത്തിട്ട് അവരവിടുന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു ബിസിനസ് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന പ്രോഫിറ്റിൽ നിന്നൊരു വിഹിതം ആർക്ക് കൊടുക്കണം? ഈ സൊസൈറ്റിക്ക് തന്നെ കമ്പനി കൊടുക്കണം. അതാണ് CSRനോട് ഉദ്ദേശിക്കുന്നത്. അക്കോർഡിംഗ് ടു വേൾഡ് ബിസിനസ് കൗൺസിൽ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇതിൻ്റെ ഒരു ഡെഫിനിഷനാണ്. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഡെഫിനിഷൻ അവിടെ കൊടുത്തിരിക്കുന്നത്. അക്കോർഡിംഗ് ടു വേൾഡ് ബിസിനസ് കൗൺസിൽ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, corporate social responsibility is the continuing commitment of the business to behave ethically and contribute to economic development while improving the quality of life of the workforce and their family as well as local community and society at large. അതായത് സൊസൈറ്റീൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് വർദ്ധിപ്പിക്കാൻ കമ്പനി ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കമ്പനീനെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഇവിടെ തീരുന്നില്ല. പിന്നീട് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ഡെഫിനേഷനും കൂടിയാണ്. മാലൻ ബേക്കർ സെഡ് ദാറ്റ് CSR is about how companies manage the business process to produce overall impact on society. അതായത് എങ്ങനെയാണ് ബിസിനസ് ഒരു സംഗതി പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് സൊസൈറ്റീനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് മാലൻ ബേക്കർ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഡെഫിനേഷൻ നോക്കി വെക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു വലിയൊരു എസ്സേയായിട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് അതൊക്കെ എടുത്ത് എഴുതേണ്ടി വരും. So it is a term used to describe voluntary corporate initiatives concerned with community development. വോളണ്ടറി ആയിട്ട് കമ്പനി എടുക്കുന്ന ചില ഇനീഷ്യേറ്റീവ്സ് എന്തിനു വേണ്ടിയിട്ട്? കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ്, സൊസൈറ്റീൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് കമ്പനി എടുക്കുന്ന ചില വോളണ്ടറി ആയിട്ട് സ്വമേധയാ എടുക്കുന്ന തീരുമാനങ്ങളെയാണ് CSRനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദി എൻവയോൺമെൻറ്റ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ്, അതായത്
എൻവയോൺമെൻറ്റും ഹ്യൂമൻ റൈറ്റ്സിനൊക്കെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് കമ്പനി വോളണ്ടറി ആയിട്ട് എടുക്കുന്നതിൻ്റെ പേരാണ് എന്ത് CSR എന്നത്. CSR പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് സീക്ക് ടു ബെനിഫിറ്റ് സൊസൈറ്റി. അതായത് CSR പോളിസീസും പ്രോഗ്രാംസും എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? സൊസൈറ്റീൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. വൈൽ സൈമൾട്ടേനിയസ്ലി ഇംപ്രൂവിങ് ദി കോർപ്പറേഷൻസ് പബ്ലിക് ഇമേജ് ആൻഡ് പ്രോഫിറ്റബിലിറ്റി. അതായത് ഒരു കോർപ്പറേഷൻ്റെ പബ്ലിക് ഇമേജ്, അതായത് കമ്പനിയുടെ പബ്ലിക് ഇമേജും അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് എന്ത് CSR ചെയ്യുന്നത്. അതായത് ഈ ഒരു സോഷ്യൽ സർവീസ് കമ്പനി ചെയ്യുന്നത് അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി അതേപോലെ അതിൻ്റെ പബ്ലിക് ഇമേജും കൂടി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. CSR ഇസ് അബൌട്ട് ട്രീറ്റിംഗ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് റെസ്പോൺസിബിലിറ്റി ഓർ എത്തിക്കലി. അതായത് CSR എന്താ പറയുന്നത്? അത് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ട്രീറ്റ് ചെയ്യുക കൃത്യമായിട്ട് എത്തിക്കലി ആയിട്ടും എന്താ റെസ്പോൺസിബിലിറ്റി ആയിട്ടും. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എക്സിസ്റ്റ് ബോത്ത് വിത്തിൻ എ ഫേം ആൻഡ് ഔട്ട്സൈഡ് ദി ഫേം. അതായത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഒരു ഫേമിനുള്ളിലുണ്ട് പുറത്തുമുണ്ട്. ഇപ്പോൾ ഉള്ളിലുള്ള എംപ്ലോയീസും മാനേജ്മെൻറ്റൊക്കെയാണ് ഉള്ളിലുള്ളത്, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സൊക്കെയാണ് ഉള്ളിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഔട്ട്സൈഡ് എന്താണ്? കസ്റ്റമേഴ്സ് ഉണ്ട്, സൊസൈറ്റി ഉണ്ട്, എംപ്ലോയീസ് ഉണ്ട്. എംപ്ലോയീസ് പറഞ്ഞുകൂടാ, എന്താണ് എംപ്ലോയീസിൻ്റെ ഫാമിലി, ഈ വക കാര്യമൊക്കെ ഔട്ട്സൈഡേഴ്സാണ്. Along with profitability of the corporations, social responsibility is to create higher standard of living. അതായത് ജനങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. ഇറ്റ് ഈസ് എ പ്രോസസ് ടു അച്ചീവ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇൻ സൊസൈറ്റി. അതായത് സൊസൈറ്റിയിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് ഈ CSR കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് CSR എന്ന് ചോദിച്ചാൽ അത് വലിയ മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ഇത്രയും പോയിന്റ് എഴുതി വെക്കുക. ഓക്കെ, ഇനി CSRൽ കമ്പനി ചെയ്യേണ്ട ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ആക്ടിവിറ്റീസ് അണ്ടർ CSR ആണ്. എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് CSRന് അണ്ടറിൽ കമ്പനി ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. ദി ആക്ടിവിറ്റീസ് ക്യാൻ ബി ഡൺ ബൈ കമ്പനി ടു അച്ചീവ് CSR ഒബ്ലിഗേഷൻസ് ഇൻക്ലൂഡ്. അതായത് എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇറാഡിക്കേറ്റിംഗ് എക്സ്ട്രീം ഹങ്കർ ആൻഡ് പോവർട്ടി, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, പ്രൊമോട്ടിംഗ് ജെൻഡർ ഈക്വാലിറ്റി ആൻഡ് എംപവറിംഗ് വിമൺ. ഹങ്കർ കുറയ്ക്കാൻ, വിശപ്പ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക, പോവർട്ടി കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക, ഇറാഡിക്കേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ, എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക, പ്രൊമോട്ടിംഗ് ജെൻഡർ ഈക്വാലിറ്റി, മെയിൽ ഫീമെയിൽ ഇൻഈക്വാലിറ്റി ഒഴിവാക്കിയിട്ട് ജെൻഡർ ഈക്വാലിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുക, ഫീമെയിൽസിനെ അല്ലെങ്കിൽ വിമനെ എംപവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. സെക്കൻഡ് പോയിന്റ് എന്താ പറയുന്നത്? റെഡ്യൂസിങ് ചൈൽഡ് മോർട്ടാലിറ്റി, ശിശുമരണങ്ങൾ കുറയ്ക്കേണ്ട കാര്യങ്ങൾ, ഇംപ്രൂവിങ് മെറ്റേണൽ ഹെൽത്ത്, അതായത് എന്താണ് ഗർഭാവസ്ഥയിലുള്ള അമ്മമാരുടെ എന്താണ്, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് അതിൽ എന്താണ് ഡെലിവറി പീരീഡ് കഴിഞ്ഞിട്ടും ഒരു ടൈം വരെയുള്ള അമ്മമാരെയാണ് ആ മെറ്റേണിറ്റി പീരീഡ് എന്ന് പറയാം. അപ്പോൾ അവർക്കുള്ള കൃത്യമായിട്ടുള്ള ഹെൽത്ത് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇനി എന്താണ് മൂന്നാമത്തെ പോയിന്റ്? കോമ്പാക്റ്റിംഗ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, അതായത് HIV വൈറസിനൊക്കെ തടയാനുള്ള കാര്യങ്ങൾ. പിന്നെ അതേപോലെ എന്താണ് മലേറിയ, മറ്റ് ഡിസീസുകൾ, അതേപോലെ വൈറൽ ഫീവറുകൾ, അതേപോലെ വൈറൽ രോഗങ്ങളൊക്കെ ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റിക്കുള്ള കാര്യങ്ങൾ ചെയ്യുക. എംപ്ലോയ്മെൻറ്റ് എൻഹാൻസ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. അത് വൊക്കേഷണൽ സ്കിൽസിലൂടെ, അതായത് എന്താണ് ഈ പറയുന്ന വൊക്കേഷണൽ സ്കിൽസ് എന്ന് വെച്ചാൽ തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസം. പിന്നെന്താണ് സോഷ്യൽ ബിസിനസ് പ്രോജക്റ്റുകൾ തയ്യാറാക്കുക. അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത് കോൺട്രിബ്യൂഷൻ ടു എന്താണ് പ്രൈം മിനിസ്റ്ററിൻ്റെ റിലീഫ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫണ്ടിലേക്ക് ചെയ്യുക, കേന്ദ്ര ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ എന്തിനു വേണ്ടിയിട്ട്? സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ. അതേപോലെ ഷെഡ്യൂൾ കാസ്റ്റിന്, ഷെഡ്യൂൾ ട്രൈബിന്, അതർ ബാക്ക്വേർഡ് ക്ലാസ്സിനൊക്കെ ഉള്ള എന്താണ് അവർക്കൊക്കെ ഉള്ള ഉന്നമനത്തിനായിട്ടുള്ള ഫണ്ടുകളിൽ അവർ പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ അതിലേക്ക് എന്തെങ്കിലും സംഭാവനകൾ ചെയ്യുക. മൈനോറിറ്റീസിന്, അതേപോലെ വുമണിനും, പിന്നെ എന്താണ് മറ്റ് മാറ്റേഴ്സിനൊക്കെ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന മറ്റ് മാറ്റേഴ്സിനൊക്കെ ഫണ്ട് കൊടുക്കുക. ഇതൊക്കെ ഒരു ഫണ്ട് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിന് പ്രോഫിറ്റിൻ്റെ എത്ര ശതമാനം എമൗണ്ട് കൊടുക്കുക എന്നുള്ളത് എന്താണ് പറയുന്നുണ്ട്. അതേപോലെ എല്ലാ കമ്പനീസും വേണ്ട, അതിന് ചില ഈ CSR നിർവഹിക്കേണ്ട ചില കമ്പനീസ് സെബി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് CSRൻ്റെ ആക്ടിവിറ്റീസ് ആയി വരുന്നത്. ഇനി ഇവിടെ എന്താ പറയുന്നത്? ഹൗവർ ഇൻ ഡിറ്റർമിനിങ് CSR ആക്ടിവിറ്റീസ് ടു ബി അണ്ടർടേക്കൻ പ്രിഫറൻസ് വുഡ് നീഡ് ടു ബി ഗിവൺ ടു ലോക്കൽ ഏരിയ. അതായത് ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണെങ്കിൽ കേരളത്തിലുള്ള ഈ പ്രശ്നങ്ങളിൽ ഫോക്കസ് കൊടുക്കുക, ലോക്കൽ ഏരിയയ്ക്ക് ഫോക്കസ് കൊടുക്കുക. ഇപ്പോൾ കേരളത്തിലെ കമ്പനി, ആ പ്രവർത്തിക്കുന്ന കമ്പനി ഒരു തമിഴ്നാട് ബേസോ അല്ലെങ്കിൽ മഹാരാഷ്ട്ര ബേസോ കമ്പനിയാണെങ്കിൽ അവിടെ കൊടുക്കാതെ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കേരളത്തിൽ കൊടുക്കുക, ലോക്കൽ ഏരിയയ്ക്ക് കൊടുക്കുക. ഓക്കെ, കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ആക്ടിവിറ്റീസ് അണ്ടർ CSRൽ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്താണ് കോർപ്പറേറ്റ് ഗവർണൻസിനും CSRലും പറയാനായിട്ടുള്ളത്. ഇതിൻ്റെ നോട്ട് ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി നമുക്ക് സെബി അതേപോലെ SIT എന്ന് പറഞ്ഞ 2 പോയിൻറ്റും കൂടിയാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കി നിങ്ങളുടെ നോട്ട് കൃത്യമായി നോട്ട്ബുക്കിലേക്ക് അത് കോപ്പി എടുത്ത് വെക്കാം കേട്ടോ.